ഹായ് ഫ്രണ്ട്സ്, 15 ദിവസം കൊണ്ട് ഇംഗ്ലീഷ് ഈസിയായി സംസാരിക്കാനുള്ള നമ്മുടെ ഡേ 4 പ്രാക്ടീസാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത് അല്ലേ. അപ്പോൾ നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷ് പ്രാക്ടീസ് അത് ശരിക്കും പ്രാക്ടീസായി തന്നെ നിങ്ങൾ കൊണ്ടുപോകുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഫസ്റ്റ് പഠിച്ച ഡെയിലി യൂസിങ് സെൻറ്റൻസസ്, ഒപ്പം തന്നെ ഡേ ടു ഡേ കാര്യങ്ങൾ പറയുവാനും കഴിഞ്ഞ കാര്യങ്ങൾ പറയുവാനും നാം 3 ക്ലാസ്സുകളിൽ പഠിച്ചു കഴിഞ്ഞു. ഇന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ ഇന്ന് നാം പഠിക്കുന്നത് നാളെ, അതായത് ടുമോറോ. ഇനി ഭാവിയിൽ എന്താണ് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അത് സംസാരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ കാര്യങ്ങൾ യെസ്റ്റർഡേയിൽ നമ്മൾ പഠിച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കുമല്ലോ. ഐ ഹെൽപ്പ്, ഞാൻ സഹായിച്ചു അല്ലെങ്കിൽ ഞാൻ സഹായിച്ചിരുന്നു. എന്നാൽ ഞാൻ സഹായിക്കുന്നു എന്നുള്ളത്, ഇന്ന് ഞാൻ സഹായിക്കുന്നു എന്നുള്ളത് ഐ ഹെൽപ്പ് ടുഡേ എന്നാണ് അല്ലേ. ഇന്നലെ എന്നുള്ളത് ഐ ഹെൽപ്ഡ് യെസ്റ്റർഡേ. അപ്പോൾ നാളെ എന്നുള്ളത് എങ്ങനെ പറയുമെന്ന് നമുക്കൊന്ന് നോക്കാം. നാളെ എന്നുള്ളതിനാണ്, നാളെ ഞാൻ സഹായിക്കും എന്നുള്ളതിന് ഐ വിൽ ഹെൽപ്പ് ടുമോറോ. അപ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും സെൻറ്റൻസിന് അല്ലെങ്കിൽ വാചകങ്ങൾ എങ്ങനെയാണ് അതിൻ്റെ ഘടന എന്ന് നമ്മൾ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. ഐ എന്നത് ആദ്യം, അതായത് ആരെ പറ്റിയാണോ പറയുന്നത്, എന്തിനെ പറ്റിയാണോ പറയുന്നത് അത് ആദ്യം പറയുന്നു. പിന്നീട് പ്രവൃത്തിയാണ്, അതായത് ഞാൻ സഹായിക്കും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, എന്തെങ്കിലും ഒരു കാര്യം സംഭവിക്കും എന്ന് പറയാൻ നാം വിൽ ഓർ ഷാളാണ് ഉപയോഗിക്കുന്നത്. WILL വില്ല്, അല്ലെങ്കിൽ SHALL ഷോൾ, അതാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിനോടൊപ്പം നമ്മൾ പ്രവൃത്തി കൂടി ചേർത്താൽ മതിയാകും. അവൻ പോകും, ഹി വിൽ ഗോ. ഞാൻ വരും, ഐ വിൽ കം. കം എന്നത് വരിക എന്നുള്ളതിന് അല്ലേ. എന്നാൽ അവൻ നടക്കും, നടക്കുക എന്നുള്ളതിന് വാക്കാണ്, ഹി വിൽ വാക്ക്. ഓക്കെ, നീ പോകും, യു വിൽ ഗോ. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് വളരെ പെട്ടെന്ന് ഭാവിയിലുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഭാവിയിൽ എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യും എന്ന് പറയാനായിട്ട് നമുക്കാദ്യം സബ്ജക്റ്റ്, അതായത് ഐ, വി, യു, ദേ, ഹി, ഷീ, ഇറ്റ്, ബാബു, രാമു, ലീല, ഇങ്ങനെ സബ്ജക്റ്റ് അതിനോടൊപ്പം വിൽ ആഡ് ചെയ്തിട്ട് കൂടെ ഇപ്പോൾ ഗോ, റീഡ്, സിറ്റ്, ജമ്പ്, വാക്ക്, പ്ലേ, ഇങ്ങനെയുള്ള വെർബുകൾ ഉപയോഗിക്കാം അല്ലെങ്കിൽ പ്രവൃത്തികൾ ഉപയോഗിക്കാം. അപ്പോൾ അവൻ പോകും എന്നുള്ളതിന് ഹി വിൽ ഗോ. ഞാൻ പോകും, ഐ വിൽ ഗോ. അവൾ പോകും, ഷീ വിൽ ഗോ. നീ പോകും, യു വിൽ ഗോ. അവർ പോകും, ദേ വിൽ ഗോ. അപ്പോൾ ഇവിടെ സബ്ജക്റ്റ് ചേഞ്ച് ചെയ്യുമ്പോൾ അവിടെ പ്രത്യേകിച്ച്, അതായത് തുടക്കത്തിലുള്ള നമ്മൾ ആ പറഞ്ഞ ആരെ പറ്റിയാണോ പറയുന്നത് അത് ചേഞ്ച് ചെയ്താലും നമ്മുടെ പ്രവൃത്തികളിലെ ഘടനയ്ക്ക് യാതൊരു വ്യത്യാസവും അവിടെ വരുന്നില്ല. അതെപ്പോഴും ഓർക്കുക. അപ്പോൾ നാളെ മഴ പെയ്യും എന്നുള്ളതിന് എന്താണ്, നാളെ എന്നുള്ളതിന് ടുമോറോ ആണ്. ടുമോറോ ഏറ്റവും അവസാനമാണ് എഴുതേണ്ടത്. അപ്പോൾ അത് സാധാരണയായിട്ടൊരു ഉപയോഗിക്കുന്നൊരു വാക്കാണ് ഇറ്റ് വിൽ റെയിൻ ടുമോറോ. ഇറ്റ് വിൽ റെയിൻ, അതായത് അത് പെയ്യും എന്നുള്ളതാണ്. മഴ പെയ്യും എന്നുള്ളതിനാണ്. ഇപ്പോൾ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്, അത് നിങ്ങൾക്കിവിടെ പറയേണ്ട ആവശ്യമില്ല. എന്നാലും നമുക്ക് അതിൻ്റെ ആ ഒരു രീതി, നമുക്ക് സ്പോക്കൺ ഇംഗ്ലീഷ് നമ്മളിപ്പോൾ ഇപ്പോൾ നമുക്ക് സാധാരണയായിട്ട് മഴയുണ്ട് ഇല്ലേ. അപ്പോൾ അത് പെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് പറയാം ഇറ്റ് ഈസ് റെയിനിങ്. ഇറ്റ് ഈസ് റെയിനിങ് എന്ന് വെച്ചാൽ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുപോലെ ഇവിടെ നമുക്ക് നാളെ മഴ പെയ്യും, ഇറ്റ് വിൽ റെയിൻ ടുമോറോ. അപ്പം അവർ നാളെ വരും എന്നാണെങ്കിൽ ദേ എന്നുള്ളത് അവർ, വിൽ കം വരും, എന്നാണ് ടുമോറോ, ദേ വിൽ കം ടുമോറോ. അപ്പോൾ ഞാൻ എന്നും പറയാറുള്ളൊരു സെൻറ്റൻസാണ്, ഞാൻ നാളെ അമ്മയെ സഹായിക്കും. ഞാൻ സഹായിക്കും അമ്മയെ നാളെ എന്നാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുക. അപ്പം ഞാൻ സഹായിക്കും, ഐ വിൽ ഹെൽപ്പ്.
എൻ്റെ അമ്മേ, മൈ മദർ. നാളെ ടുമോറോ. അപ്പം ഐ വിൽ ഹെൽപ്പ് മൈ മദർ ടുമോറോ. കണ്ടോ, എത്ര ഈസി ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ നമ്മളിവിടെ വളരെ പ്രധാനമായി സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യാനുള്ളതാണ് ഇനി ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ പ്രധാനമായും ഇവിടെ സ്പീക്കിംഗ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ പറയുന്നത് നിങ്ങൾ ആദ്യത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കുക, നന്നായി ശ്രദ്ധിക്കുക. രണ്ടാമതായിട്ട് സ്പീക്ക് ചെയ്യുക, അതായത് സംസാരിക്കുക. അപ്പോൾ സംസാരിച്ച് തീർച്ചയായും നമുക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ നാളെ ഞാൻ പാചകം ചെയ്യുമെന്നൊന്ന് പറഞ്ഞു നോക്കൂ. ഞാൻ ഐ ആണ്. ഐ പാചകം ചെയ്യും. വിൽ കുക്ക് ടുമോറോ. ഐ വിൽ കുക്ക് ടുമോറോ. ഞാൻ നാളെ പാചകം ചെയ്യും. ഓക്കെ, ഞാൻ നാളെ ന്യൂസ് പേപ്പർ വായിക്കും. അപ്പം ഞാൻ വായിക്കും എന്നുള്ളതാണ് ആദ്യം വരേണ്ടത്. ഐ വിൽ റീഡ്. എന്താണ്? ഐ വിൽ റീഡ് ന്യൂസ് പേപ്പർ ടുമോറോ, നാളെ. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് വളരെ പെട്ടെന്ന് നമുക്ക് ഓരോരോ സെൻറ്റൻസുകൾ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇതുവരെ പഠിപ്പിച്ച ഈ 3 ദിവസമായി പ്രാക്ടീസ് ചെയ്യുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. അപ്പോൾ നമ്മളിപ്പോൾ രാവിലെ ഉണരുന്നതിന് എന്താണ്, ഉണരൂ എന്നുള്ളതിന് എന്താണ് നമ്മൾ പഠിച്ചത്? വേക്കപ്പ്, എഴുന്നേൽക്കൂ, ഗെറ്റപ്പ്. പിന്നെ ഫുഡ് കഴിക്കുന്നതൊക്കെ നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് അടുത്തത് നമുക്ക് സഹായിക്കുക എന്നുള്ള വാക്കിൽ നിന്ന് തുടങ്ങാം. ഞാൻ ഇന്ന് നിന്നെ സഹായിക്കുന്നു. എന്താവും? ഐ ജസ്റ്റ് യു ലിസൺ ആൻഡ് ട്രൈ ടു സേ. ഒന്ന് പറയാൻ ശ്രമിക്കുക. ഐ ഹെൽപ്പ് യു നൗ, അല്ലെങ്കിൽ ടുഡേ. ഇപ്പോൾ നിന്നെ സഹായിക്കുന്നതാണ്, അല്ലെങ്കിൽ ഇന്ന് നിന്നെ സഹായിക്കുന്നു. ഐ ഹെൽപ്പ് യു ടുഡേ. അവൻ സഹായിക്കുന്നു എന്നാണെങ്കിൽ ഹി ഹെൽപ്സ് നൗ, അല്ലേ? അവർ സഹായിക്കുന്നു എന്നാണെങ്കിൽ ദേ ഹെൽപ്പ് നൗ. എന്നാൽ അവൻ ഇന്നലെ എന്നെ സഹായിച്ചിരുന്നു. ഹി ഹെൽപ്ഡ് എന്നെ എന്നുള്ളതിന് മീ. ഹി ഹെൽപ്ഡ് മീ യെസ്റ്റർഡേ. അപ്പോൾ അത് പറയുമ്പോൾ ഹി ഹെൽപ്ഡ് ടു മീ യെസ്റ്റർഡേ. അപ്പോൾ ഞാൻ ഇന്നലെ സഹായിച്ചിരുന്നു. ഐ ഹെൽപ്ഡ് ഹിം യെസ്റ്റർഡേ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ആദ്യം നമ്മൾ സഹായിക്കുന്നു എന്നുള്ളതിന് ഹെൽപ്പ് ഓർ ഹെൽപ്സ് പറഞ്ഞു. രണ്ടാമത് സഹായിച്ചിരുന്നു എന്നുള്ളതിന് ഹെൽപ്ഡ് പറഞ്ഞു. ഇനി പറയാണ് ഞാൻ നാളെ സഹായിക്കും. ഐ വിൽ ഹെൽപ്പ്. ഒരു വെർബ് അല്ലെങ്കിൽ ഒരു പ്രവൃത്തി മാത്രം വെച്ച് പറയുന്നത് നിങ്ങളുടെ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. അതായത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാനും അതിനനുസരിച്ച് നിങ്ങളുടെ രീതിയിൽ മാറ്റം വരുത്താനും. അപ്പോൾ ഒരു സെൻറ്റൻസ് ഇപ്പം ഞാൻ ആദ്യം ഐ ലവ് യു വെച്ചിട്ടാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ നാളെ നിന്നെ സ്നേഹിക്കും, അല്ലെങ്കിൽ ഞാൻ സ്നേഹിക്കും എന്ന് പറയുന്നത്, ഞാൻ നിന്നെ സ്നേഹിക്കും എന്ന് പറയുന്ന ഐ വിൽ ലവ് യു. ഐ വിൽ ലവ് യു. കണ്ടോ? അപ്പം ഒരേ സെൻറ്റൻസുകൾ വെച്ചിട്ട് പറയുമ്പം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകും. അതുകൊണ്ടാണ് ഞാൻ ആദ്യം ഉപയോഗിച്ച സെൻറ്റൻസുകൾ തന്നെ വീണ്ടും, അതായത് ഗോ, ഹെൽപ്പ്, ലവ് മുതലായ സെൻറ്റൻസുകൾ തന്നെ ഞാൻ ഉപയോഗിക്കാൻ ശ്രമിക്കുന്നത്. അത് നിങ്ങളെപ്പോഴും മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, അപ്പം ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നുള്ളത് ഐ ലവ് യു പറഞ്ഞു. ഞാൻ നിന്നെ സ്നേഹിച്ചിരുന്നു എന്നുള്ളത് ഐ ലവ്ഡ് യു പറഞ്ഞു. ഞാൻ നിന്നെ സ്നേഹിക്കും, ഐ വിൽ ലവ് യു. അപ്പോൾ നിങ്ങൾ ഇതുപോലെ കുഞ്ഞു സബ്ജക്റ്റുകളും വേർഡ്സുകളും വെർബുകളും അതുപോലെ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന കാര്യങ്ങളും പറയാൻ ശ്രമിക്കുക. തീർച്ചയായും നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് സെൻറ്റൻസുകൾ ഉണ്ടാക്കാൻ കഴിയും. ഇപ്പോൾ തന്നെ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ഉണ്ടായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇത് വെച്ചിട്ട് തന്നെയുള്ള വളരെ പ്രധാനപ്പെട്ട രീതിയിൽ, അതായത് നാം എപ്പോഴും സംസാരിക്കേണ്ടി വരുന്ന ചില കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് സംസാരിക്കാനും നമുക്കത് ഡിസ്കസ് ചെയ്യാനുമുണ്ട്. തീർച്ചയായും ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് വളരെയധികം പ്രയോജനപ്രദമായിരിക്കുമെന്ന് ഞാൻ ഉറപ്പ് നൽകുന്നു. നിങ്ങൾക്കുള്ള സംശയങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. തീർച്ചയായും അതിനുള്ള മറുപടികൾ ഞാൻ നൽകുന്നതായിരിക്കും. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വളരെ ആവശ്യമാണ്. സോ all the time you should watch this channel, watch, like, share and comment. Also subscribe this and share to your friends also. അപ്പോൾ തീർച്ചയായും എല്ലാവരും ഈ വീഡിയോകൾ കാണുക, പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കുക. കണ്ടിന്യൂ വാച്ചിങ്. താങ്ക് യു ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ്.